ഹായ്, ദിസ് ഈസ് അബ്ദുൽ ഷഹീദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഗൂഗിൾ ആഡ്സ്? സോ ബേസിക്കലി ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഓൺലൈൻ അഡ്വർടൈസിംഗ് ടൂളാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ബിസിനസ്സിനെ, അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും, നമ്മുടെ ബിസിനസ്സിനെ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ബേസിക്കലി ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗൂഗിൾ സെർച്ച്, അതുപോലെ യൂട്യൂബ്, ജിമെയിൽ, പ്ലേ സ്റ്റോർ, ഇങ്ങനെയുള്ള ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗൂഗിൾ ആഡ്സിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ആഡ് ഗൂഗിളിൽ ആരെങ്കിലും, അതായത് ഗൂഗിൾ സെർച്ചിൽ ആരെങ്കിലും നമ്മുടെ ഈ ഒരു റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സോ അതിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് കീവേഡ്സോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഡ് അവിടെ വിസിബിൾ ആവും. അപ്പോൾ അവർ ആ ആഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കവിടെ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ PPC എന്ന് വിളിക്കുന്നത്, അതായത് പേ പെർ ക്ലിക്ക്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കവിടെ കോസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ ഗൂഗിൾ ആഡ്സിൽ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടാർഗറ്റ് ഓഡിയൻസിനെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് ഗൂഗിൾ ആഡ്സിൽ കുറച്ച് ടൈപ്പ് ഓഫ് ആഡ്സ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ഗൂഗിൾ ആഡ്സിൽ കുറച്ച് ടൈപ്പ് ഓഫ് ആഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് സെർച്ച് ആഡ്സ്. സെർച്ച് ആഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി സെർച്ച് എഞ്ചിനിൽ, അതായത് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ, ഗൂഗിൾ സെർച്ചിൽ അവിടെ ഒരു കീവേഡ് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ആഡ് അപ്പിയർ ആവുന്നുണ്ടെങ്കിൽ അതാണ് ഗൂഗിൾ സെർച്ച് ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ചിൽ മാത്രം അപ്പിയർ ആവുന്ന ആഡിനെയാണ് ഗൂഗിൾ സെർച്ച് ആഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്പ്ലേ ആഡ്സ്. അപ്പോൾ ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഗൂഗിളിൽ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ നമുക്ക് ഇമേജ് വൈസ്, അതായത് ബാനർ വൈസോ ഇമേജ് വൈസോ, അതായത് അത് വെർട്ടിക്കലാണെങ്കിലും ഹൊറിസോണ്ടലാണെങ്കിലും അങ്ങനെ ഇമേജ് വൈസ് ഒരു ആഡ് അപ്പിയർ ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് വീഡിയോ ആഡ്സ്. അപ്പോൾ വീഡിയോ ആഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ മിഡിലോ എൻഡിലോ ഒക്കെ നമുക്ക് പല രീതിയിലുള്ള ആഡ്സ് കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ ആഡ്സ് എന്ന് പറയുമ്പോൾ അത് സ്കിപ്പബിൾ ആഡ്സ് ആയിരിക്കും, ചിലപ്പോൾ അത് നോൺ സ്കിപ്പബിൾ ആഡ്സ് ആയിരിക്കും, ചിലപ്പോൾ അത് ബമ്പർ ആഡ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ആഡ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ആഡ്സിനെയാണ് വീഡിയോ ആഡ്സ് എന്ന് പറയുന്നത്. നാലാമത്തത് ഷോപ്പിംഗ് ആഡ്സ് ആണ്. ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ബേസിക്കലി ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ ആ പ്രൊഡക്ട്സ് നമുക്ക് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ആഡ്സ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു രീതിയാണ് ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് വരുന്നവർ ആരാണെങ്കിൽ പോലും നമുക്ക് അവരെ നമ്മുടെ ആഡ് കാണിക്കാൻ പറ്റുന്നുള്ളതാണ്. അഞ്ചാമത്തത് അപ്ലിക്കേഷൻ ആഡ്സ് ആണ്. അപ്ലിക്കേഷൻ ആഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു അപ്ലിക്കേഷൻ ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ, ഒരു ആപ്പ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിനെ നമ്മുടെ അപ്ലിക്കേഷനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ ആഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഗൂഗിൾ ആഡ്സിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ബെനിഫിറ്റാണ് ഇൻക്രീസ്ഡ് വിസിബിലിറ്റി. അപ്പോൾ ഇൻക്രീസ്ഡ് വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സിൽ ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ അത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ, അതായത് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഒന്നാമത്തെ, അതായത് ടോപ്പ് സെക്ഷനിലാണ് അതെപ്പോഴും വിസിബിളായി കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്മളൊരു ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ബിസിനസ്സിന് അവയർനെസ് കിട്ടാനാണെങ്കിലും അല്ലെങ്കിൽ ബ്രാൻഡ് അവയർനെസ്സിനാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു വിസിബിലിറ്റി ഇൻക്രീസ് ആവുന്നൊരു പൊസിഷനാണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ പറയുന്നതാണ് ടാർഗറ്റ് അഡ്വർടൈസിങ്. അപ്പോൾ ടാർഗറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ്സിനാണെങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാനായിട്ട് ഗൂഗിൾ ആഡ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മൂന്നാമത്തതാണ് കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ആഡ്സിൽ നമുക്ക് ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും. അതായത് ബഡ്ജറ്റ് നമുക്ക് ഡെയിലി ബേസിസിൽ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും, മന്ത്ലി ബേസിസിൽ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ആഡ്സിനോട് പറയുകയാണ് ഡെയിലി എനിക്ക് ഇത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മന്ത്ലി എനിക്ക് ഇത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു കോസ്റ്റ് നമ്മുടെ കൺട്രോളിൽ എപ്പോഴും ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നാലാമത്തതാണ് മെഷറബിൾ റിസൾട്ട്. ഗൂഗിൾ ആഡ്സിൽ നമ്മൾ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെ നമ്മളെ ആഡിൽ സംഭവിക്കുകയാണെങ്കിലും നമുക്കതിൻ്റെ റിസൾട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആഡ്സ് എത്ര പേര് കണ്ടു, അതുപോലെ എത്ര പേര് അതിൽ ക്ലിക്ക് ചെയ്തു, എത്ര പേര് അതിൽ കൺവേർട്ടഡ് ആയി എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ റിസൾട്ട് മെഷർ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത് റീമാർക്കറ്റിംഗ് ആണ്. റീമാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ ആഡ്സ് നിലവിൽ കണ്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആളുകൾ, അതുപോലെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കണ്ട ആളുകൾ, ഇവരെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീമാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. സോ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ് ഗൂഗിൾ ആഡ്സ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്സ് ഓഫ് ഗൂഗിൾ ആഡ്സ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.